നിരാശയിൽ അകപ്പെട്ടാൽ ഒന്നും പഠിക്കാനോ ഒന്നിലും സന്തോഷം കണ്ടെത്താനോ കഴിയില്ല. ആരോഗ്യകരമായ ശരീരത്തിൽ ചതി, വിദ്വേഷം, അസൂയ എന്നിവയ്ക്ക് സ്ഥാനമില്ല. ദാനധർമ്മങ്ങളിലൂടെ പാവപ്പെട്ടവൻ്റെയും ആവശ്യക്കാരൻ്റെയും സ്നേഹം നേടുക. പ്രാർത്ഥന പതിവാക്കുക. 1 മണിക്കൂറിലൊരു ആശയം രൂപീകരിക്കുക. ഒരു ദിവസത്തിലൊരു സൽക്കർമ്മമെങ്കിലും ചെയ്യുക. നമ്മുടെ ചിന്തയാണ് നമ്മുടെ സ്വർണം. ധാർമ്മികതയാണ് അലങ്കാരം. നല്ല പെരുമാറ്റമാണ് സമ്പത്ത്. കൊടുങ്കാറ്റിൻ്റെ നടുവിലും നല്ലതേ വരൂ എന്ന് ചിന്തിക്കുക. ഉപദേശം കൊണ്ടും ദയയുള്ള വാക്കുകൾ കൊണ്ടും നിങ്ങളെ സഹായിക്കാൻ കഴിയുന്നവരോട് മാത്രം നിങ്ങളുടെ സങ്കടങ്ങൾ പങ്കുവയ്ക്കുക. വീണ് പരിക്കേറ്റ കുഞ്ഞിനെ ഓർത്ത് കരഞ്ഞ് സമയം കളയരുത്. അവൻ്റെ മുറിവുകൾ വേഗം പരിചരിക്കുക. ഓരോ ദിവസവും പുതിയ തുടക്കമാവുക. ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കരുത്. മെച്ചപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുക. നമ്മുടേതുപോലെ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് എന്ന് ഉൾക്കൊള്ളുക. മനസ്സ് ശാന്തമാക്കുക. കഴിഞ്ഞ കാലത്ത് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളുക. എന്നിട്ട് അവയെ വിട്ടുകളയുക.